നമസ്കാരം. എവിടെ പോയാലും എന്ത് സംഭവ വികാസങ്ങൾ ഉണ്ടായാലും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്താണെന്നെങ്കിലും നേതാവിന് അറിയാമോ എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേരിടുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതിലിപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് കോടതി നിലപാട് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഹർജി നൽകിയിരിക്കുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വിഫ്രു ബഫ്രു, ജസ്റ്റിസ് തുഷാർ റാവു റെഗോല എന്നിവരടങ്ങിയ ബെഞ്ച് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരോട് വാക്കാൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിൽ തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രേഖയാണ് അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്നത്. ഈ രേഖയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് ഒരാൾ സ്വയം പറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരത്വം സ്വാഭാവികമായും റദ്ദാക്കുമെന്ന നിലപാടാണ് സുബ്രഹ്മണ്യൻ സ്വാമി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട പൗരത്വം ഒരാൾക്ക് വഹിക്കാൻ കഴിയില്ല. അപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് സുബ്രഹ്മണ്യൻ സ്വാമി സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് അറിയാൻ വേണ്ടി നോട്ടീസ് അയക്കുകയാണ് കോടതി ചെയ്തത്. അതേസമയം ബാക്കോബ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം UK-യിൽ 2003 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും അവകാശപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി 2019 ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. ഒക്ടോബർ 10-നും 2006 ഒക്ടോബർ 31-നും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സ്വാമിയുടെ ആരോപണം. 2009 ഫെബ്രുവരി 17-ന് ബാക്കോബ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9-ന്റെയും 1955-ലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണെന്നായിരുന്നു സ്വാമിയുടെ ആരോപണം. 2019 ഏപ്രിൽ 29-ന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. കത്ത് നൽകി 5 വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള തീരുമാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തതയില്ലെന്ന് BJP വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയരുന്നത്. ഈ വിഷയത്തിൽ പലരും രാജ്യത്തെ വിവിധ കോടതികളിൽ ഹർജി നൽകിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.